ഹായ് സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ നോട്ട് ഓൾറെഡി നമ്മൾ കുറച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് അതിൻ്റെ വോയിസ് നോട്ടൊക്കെ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് അതുമായിട്ട് ഓൾറെഡി എഴുതിയ നോട്ടുമായിട്ട് കമ്പയർ ചെയ്യുക കേട്ടോ. എന്നിട്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ടോപ്പിക്കാണ് സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താണ് ഒരു പ്രോസസ്സ്? നമ്മളിപ്പോൾ ഓടുക, ചാടുക, വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, ഇതെല്ലാം എന്താണ്? ഓരോ പ്രോസസ്സുകളാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, നമ്മളിപ്പോൾ ഒരു സോങ് പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അഡീഷൻ്റെ പ്രോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ പ്രോസസ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. അതായത് നമ്മൾ പറയാം അഡീഷൻ്റെ ഒരു പ്രോഗ്രാം എഴുതി, അത് ജസ്റ്റ് ഒരു പ്രോഗ്രാം മാത്രമാണ്. അത് നമ്മൾ റൺ ചെയ്ത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് അതിനൊരു ഔട്ട് കിട്ടില്ല. ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഒരു പ്രോസസ്സായിട്ട് മാറുന്നത്. കാരണം അതിൽ നമ്മളെന്താണ് ഒരുപാട് റിസോഴ്സസ്, ഇപ്പോൾ ഇൻപുട്ട് കൊടുക്കണം, ഔട്ട്പുട്ട്, അങ്ങനെ ഒരുപാട് റിസോഴ്സസ് എന്താണ് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഒരു പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകളും എല്ലാം കൂടെ ചേർന്നിട്ട് അത് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ഇതിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മോഡേൺ സിസ്റ്റത്തിലൊക്കെ എന്താണ് ബാച്ച് സിസ്റ്റം, നമ്മൾ മുന്നത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ ബാച്ച് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്താണ് ഓരോ പ്രോഗ്രാം ഓരോ ബാച്ചായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് ജോബ്, ദ ബാച്ച് സിസ്റ്റം വർക്ക്സ് ഇൻ ടേംസ് ഓഫ് ജോബായിട്ടാണ് അവിടെ എന്താണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രോഗ്രാമിനെ ജോബായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് പേര് പറഞ്ഞു എന്നേ ഉള്ളൂ, പ്രോഗ്രാമും അതുപോലെ തന്നെ ജോബ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാച്ച് സിസ്റ്റത്തിൽ എന്താണ് ജോബായിട്ടാണ് പ്രോഗ്രാമിനെ പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് മെമ്മറി, നമുക്കിപ്പോൾ ഒരു പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് മെമ്മറി ഓൾറെഡി നമുക്ക് എന്ത് വേണം? ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മെമ്മറി എന്താണ് 4 ഡിവിഷനായിട്ട് അല്ലെങ്കിൽ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടെക്സ്റ്റ്, താഴെ ഡയഗ്രം നോക്കൂ. എ പ്രോസസ് ഇൻ മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നില്ലേ ഒരു ഡയഗ്രാം? അതിലെന്തൊക്കെയുണ്ട്? ടെക്സ്റ്റ്, ഡാറ്റ, ഹീപ്പ്, സ്റ്റാക്ക്, ഇങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ ഒരു പ്രോസസ്സ് മെമ്മറീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ടെക്സ്റ്റ് സെക്ഷൻ. ടെക്സ്റ്റ് സെക്ഷനിൽ എന്താണ് നമ്മൾ എന്താണോ ആക്ച്വൽ കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം കമ്പൈൽ ചെയ്തിട്ടുള്ളത്, അതായത് എറേഴ്സൊക്കെ, കമ്പൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എററൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഉള്ള ആ ഒരു ഔട്ട്. അപ്പോൾ കമ്പൈൽ ചെയ്തിട്ടുള്ള കോഡാണ് എന്തിലുണ്ടായിരിക്കുക? ടെക്സ്റ്റ് സെക്ഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഡാറ്റ സെക്ഷനിൽ എന്താണ് ഉണ്ടായിരിക്കുക? തൊട്ട് മുകളിലുള്ള ഡാറ്റ സെക്ഷനിൽ ഗ്ലോബൽ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസ്, അതായത് വേരിയബിൾസ് നമ്മൾ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റാറ്റിക് വേരിയബിൾസ് ഒക്കെ ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക? ഈ ഒരു ഡാറ്റ സെക്ഷനിൽ. അടുത്തത് ഹീപ്പ്. ഹീപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ 2 തരത്തിലാണ് മെമ്മറി അലോക്കേഷൻ വരുന്നത്. അതിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഡൈനാമിക് മീൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മെമ്മറി അലോക്കേഷൻ നമുക്ക് വേണ്ടപ്പോൾ എന്ത് ചെയ്യാം? അലോക്കേറ്റ് ചെയ്യാം, ഡിസലോക്കേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മെമ്മറി അലോക്കേഷൻ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഏതൊക്കെ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്? കോൾസ് ടു, ന്യൂ, ഡിലീറ്റ്, അലോക്ക്, ഫ്രീ, ഇങ്ങനെ ഒരുപാട് എന്തുണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഹീപ്പിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് സ്റ്റാക്കാണ്. സ്റ്റാക്ക് യൂസ്ഡ് ഫോർ എന്തിനാണ്? ലോക്കൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനോ അല്ലെങ്കിൽ ലോക്കൽ വേരിയബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ സ്റ്റാക്കിൻ്റെ സൈസ് അല്ലെങ്കിൽ സ്റ്റാക്കിൽ കൊടുക്കുന്നത്, അതുപോലെ ഹീപ്പിൻ്റെയും മുകളിലേക്കും താഴേക്കും അങ്ങനെ ആരോ ഇട്ടത് കണ്ടോ ഒരു ബ്ലൂ കളറിൽ. അവിടെ എന്താണ് സ്റ്റാക്കും അതുപോലെ തന്നെ ഹീപ്പ് എന്താണ് ഓപ്പോസിറ്റ് എൻഡിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ സ്റ്റാക്കിൽ നമ്മൾ ഡാറ്റ അലോക്കേറ്റ് ചെയ്ത് വരുന്നത്, അതുപോലെ തന്നെ ഹീപ്പിലും ഡാറ്റ അലോക്കേഷൻ ഇങ്ങനെ വരുന്നത് എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നത് ടുവേർഡ്സ് ടു ഈച്ചർ, ഒന്നിനോട് എന്താണ് ഈച്ചതറായിട്ടാണ് അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇഫ് ദേ ഷുഡ് എവർ മീറ്റ്, അവർ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുകയാണെന്നുണ്ടല്ലോ, അതായത് സ്റ്റാക്കിലുള്ള ഡാറ്റ ഫുള്ളാവുക അതുപോലെ തന്നെ ഹീപ്പിലുള്ള ഡാറ്റ ഫുള്ളാവുന്ന ഒരു ടൈം വരും. അപ്പോഴാണ് സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ടാവുന്നത്. സ്റ്റാക്കിലുള്ള ഡാറ്റയൊക്കെ എന്താണ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റാക്ക് ഓവർഫ്ലോ വരും. ഓക്കെ, അതുപോലെ തന്നെ ഹീപ്പിൽ എന്താണ് ഇതുപോലെ എന്താണ് സഫിഷ്യൻറ്റ് നമുക്ക് മെമ്മറി അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരും. ഓക്കെ, നമ്മൾ അലോക്കേറ്റ് ചെയ്ത് ആ ഹീപ്പ് ഫുള്ളായി കഴിഞ്ഞാൽ എന്താണ് അവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള മെമ്മറി നമുക്ക് എന്താണ് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. Then the last point, when processes are swapped out of memory and later restored, additional information must also be stored and restored. Key among the program counter and the value of all program registers. അതായത് നമുക്കിപ്പോൾ എന്താണ് നമ്മുടെ പ്രോസസ്സ് എന്തെങ്കിലും കാരണവശാൽ എന്താണ് റീസ്റ്റോർ ചെയ്യേണ്ട അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻ നമുക്ക് എടുക്കേണ്ടതൊക്കെ വരുന്ന സമയത്ത് എന്താണ് അത് സ്റ്റോർ ചെയ്യും വേണം, റീസ്റ്റോർ ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ നമ്മൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലെന്താണ് പ്രോഗ്രാം രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താണ് രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് പ്രോസസ് സ്റ്റേറ്റ്. പ്രോസസ് സ്റ്റേറ്റിൽ എന്താ പറയുന്നത്, പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പ്രോസസ്സിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് കിട്ടി. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ആ സ്റ്റേജസ്? മെയിനായിട്ട് 5 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഡയഗ്രത്തിൽ നോക്കൂ, ന്യൂ, റെഡി, വെയിറ്റിംഗ്, റണ്ണിങ് ആൻഡ് ടെർമിനേറ്റഡ്, ഇങ്ങനെ 5 സ്റ്റേറ്റിലൂടെ. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ഓരോ സ്റ്റേറ്റ് എന്താണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്താണ് ന്യൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കില്ലേ. ഫസ്റ്റ് നമ്മൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് തുടങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റേജിനെയാണ് ന്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, റെഡി സ്റ്റേറ്റിലേക്ക് ആ ഡയഗ്രാം നോക്കുക, അതുപോലെ തന്നെ എൻ്റെ എക്സ്പ്ലനേഷനും നോക്കുക. ന്യൂ എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് എന്തായിരുന്നു റെഡി, നമുക്ക് എന്തായത് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന് നമ്മുടെ CPU-നെ എന്ത് ചെയ്യാണ് ഓർമ്മിപ്പിക്കുകയാണ്. ദ പ്രോസസ് ഹാസ് ഓൾ ദ റിസോഴ്സസ്. ഈ റെഡി സ്റ്റേറ്റിൽ എന്താണ് എല്ലാ റിസോഴ്സസും ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് റിസോഴ്സസൊക്കെ എന്താണ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് CPU ആ ഒരു സമയത്ത് വർക്കിംഗ് ആയിരിക്കില്ല. ഓക്കെ, പക്ഷേ എന്താണ് എല്ലാ അതർ റിസോഴ്സസൊക്കെ അവൈലബിൾ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയെന്ന് എന്താണ് റെഡി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് റെഡി സ്റ്റേറ്റ്. ഓക്കെ, ഇനി എന്താണ് അടുത്തത് റണ്ണിങ് സ്റ്റേറ്റ്. ആരോ മാർക്ക് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് ഒക്കെ റെഡിയായ റിസോഴ്സസൊക്കെ കിട്ടി. ഇനി ആ ഒരു പ്രോഗ്രാം എന്താണ് റൺ ചെയ്യാൻ ദ CPU is working on this process instructions. ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ അതിനൊക്കെ അനുസരിച്ച് എന്താണ് ആ CPU അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് റണ്ണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡയഗ്രത്തിൽ നോക്കൂ, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും അതിൽ ചെയ്യാനുള്ള ഇല്ലെന്നുണ്ടെങ്കിൽ അത് ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ആ ഒരു പ്രോസസ്സ് അവിടെ അവസാനിച്ചു അല്ലെങ്കിൽ എക്സിറ്റ് ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടെർമിനേറ്റഡ് ഫൈനലായിട്ടുള്ള ഒരു സ്റ്റേജ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്താ വല്ല ഇൻട്രപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഈവൻറ്റ് വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും.
അപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യും, വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വെയിറ്റിംഗ് ഫോർ സം റിസോഴ്സസ് ടു ബിക്കം അവൈലബിൾ. അതായത് അഡീഷണൽ ആയിട്ട് നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇൻപുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക് ആക്സസ്സുകളോ ഇൻ്റർ പ്രോസസ് മെസ്സേജസോ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ചൈൽഡ് പ്രോസസ്സ് ആകുമ്പോൾ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ എന്താണ് അഡീഷണൽ കുറച്ച് പ്രോഗ്രാം ചിലപ്പോൾ റൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചൈൽഡ് പ്രോസസ്സുകളൊക്കെ റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഒരു ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് എന്ത് ചെയ്യും, അത് വെയിറ്റ് ചെയ്യും. ആ ഒരു സ്റ്റേജാണ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും റെഡി സ്റ്റേറ്റിലേക്ക് പോവും, വീണ്ടും ആ പ്രോഗ്രാം റൺ ചെയ്യും, ദെൻ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റേജിലൂടെയും പോകുന്നുണ്ട്. പിന്നെന്താണ് അടുത്തത്, ആ ഡയഗ്രത്തിൽ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ട് റണ്ണിങ് റെഡി സ്റ്റേറ്റിലേക്ക് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആരോ കാണാം. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്, നമ്മളിപ്പോൾ എന്താണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഇൻട്രപ്റ്റ് മീൻസ് ഒരു അൺഎക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻട്രപ്റ്റ് വരുന്ന സമയത്ത് ആ ഇൻട്രപ്റ്റിനായിരിക്കും പ്രയോറിറ്റി. ആ ഇൻട്രപ്റ്റ് എന്ത് ചെയ്യും, എന്താണ് പെർഫോം ചെയ്യേണ്ടത് വെച്ചാൽ അത് പെർഫോം ചെയ്തിട്ട് വീണ്ടും റെഡി സ്റ്റേറ്റിലേക്ക് വന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റൺ ചെയ്യും. നമ്മൾ ഓൾറെഡി ഉള്ള പ്രോഗ്രാം എന്ത് ചെയ്യും, റൺ ചെയ്യും, ദെൻ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോസസ്സ് എങ്ങനെ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേജസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പ്രോസസ്സ് സ്റ്റേറ്റുകൾ 5 എണ്ണം, അതിലോരോന്നും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക്. പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഇപ്പോൾ പ്രോസസ്സ് റൺ ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് വാല്യൂസ് കാര്യങ്ങളൊക്കെ ഒരു ബ്ലോക്ക് പ്രോസസ്സ് PCB എന്ന് പറയും. ഈ PCBയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളൊരു പ്രോസസ്സ് റൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സിനെ പറ്റിയുള്ള ബേസിക് ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്, പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ്, പ്രോസസ്സിൻ്റെ ID, CPU രജിസ്റ്റേഴ്സ് ആൻഡ് പ്രോഗ്രാം കൗണ്ടർ, അതുപോലെ തന്നെ CPU ഷെഡ്യൂളിംഗ് ഇൻഫോർമേഷൻ, ദെൻ മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, IO സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ. ഇത്രയും ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽസാണ് ഒരു PCBയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രം നോക്കുക, തൊട്ട് താഴെയുള്ള ഒരു പ്രോസസ്സ്. ഇപ്പം നമ്മൾ നേരത്തെ പ്രോസസ്സ് എന്താന്ന് പറഞ്ഞു, പ്രോസസ്സ് റൺ ചെയ്യുമ്പോൾ അത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഇനി ആ ഒരു പ്രോസസ്സ് റൺ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ഡയഗ്രമാറ്റിക്, അതായത് 2 പ്രോസസ്സുകളെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, പ്രോസസ്സ് P0 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രോസസ്സ് P1, 2 പ്രോസസ്സുകൾ P0യും P1ഉം. അപ്പോൾ ആ P0 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം എക്സിക്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു ബ്ലൂ കളറിൽ ആരോ. അതായത് ആ P0 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് എന്ത് വന്നു, ഒരു ആരോ മാർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കണ്ടോ, ഇൻട്രപ്റ്റ് ഓർ സിസ്റ്റം കോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ P0 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ഒരു ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മറ്റ് പ്രോഗ്രാമെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു സിഗ്നൽ വരികയാണ്, അതാണ് ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ സിസ്റ്റം കോൾ. അങ്ങനെ വന്നു കഴിഞ്ഞു. അപ്പോൾ OSലേക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം കോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ കുറച്ച് മുന്നേ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സില്ലേ, അതിൻ്റെ ഒരു സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റ്, കറൻറ്റ് സ്റ്റേറ്റ് എന്താണോ അതെന്ത് ചെയ്യും, ഈ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിലേക്ക് സേവ് ചെയ്യും. അതാണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്, സേവ് ദ സ്റ്റേറ്റ് ഇൻ ടു PCB0. അതായത് 0 പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്താണ്, അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, ഒരു ടൈം ഡിലേ എടുക്കുന്നുണ്ട് അവിടെ അല്ലേ. ഇത് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ആ ഒരു സിസ്റ്റം കോൾ വരുന്നു, അത് ആ ഒരു PCBയിലേക്ക് അതിൻ്റെ സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, PCBയിൽ റീലോഡ് ദ സ്റ്റേറ്റ് ഫ്രം PCB1. അതായത് നമുക്കൊരു ഇൻട്രപ്റ്റ് വന്നു പറഞ്ഞില്ലേ, ആ ഇൻട്രപ്റ്റിൻ്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യും,
റീലോഡ് ചെയ്യും. അത് PCBയിലാണ് ഉള്ളത്, അതിനെ റീലോഡ് ചെയ്യും. എന്നിട്ട് എന്താണ്, പ്രോസസ്സ് P1, അതായത് ആ ഇൻട്രപ്റ്റാണ് പ്രോസസ്സ് 1, ആ പ്രോസസ്സ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് റീലോഡ് ദ സ്റ്റേറ്റ് ഫ്രം PCB1, അതായത് പ്രോസസ്സ് 1 PCBന്ന് റീലോഡ് ചെയ്തിട്ട് ആ രണ്ടാമത്തെ പ്രോസസ്സ്, ആ പ്രോസസ്സ് P1 ഇവിടെ സെക്കൻഡ് ബ്ലൂ കളറിൽ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ, ആ രണ്ടാമത്തെ പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം എന്താണ്, അതിൻ്റെ സ്റ്റേറ്റ് എന്തിലേക്ക് സ്റ്റോർ ചെയ്യും, ഈ PCB1ലേക്ക് എന്ത് ചെയ്യും, സേവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റിൽ പ്രോസസ്സ് P0 അല്ലേ, അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ PCBയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പകുതിക്ക് വെച്ച് നിർത്തിയതല്ലേ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ വീണ്ടും റീലോഡ് ചെയ്യും, അതിൻ്റെ സ്റ്റേറ്റ് PCBയിൽ നിന്ന് അതിൻ്റെ സ്റ്റേറ്റ് റീലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും ലാസ്റ്റ് ഒരു മൂന്നാമത്തെ ഒരു ഇവിടെ ഇപ്പുറത്തെ എക്സിക്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു അരോ മാർക്ക് ഉണ്ടല്ലേ, വീണ്ടും അതെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ആ സമയത്ത് എന്താണ്, പ്രോസസ്സ് P0 നമ്മൾ PCBയിലേക്ക് ഫസ്റ്റിൽ സ്റ്റോർ ചെയ്ത സമയത്ത് രണ്ടാമത് ഇവിടെ ആ P0 എക്സിക്യൂട്ട് ചെയ്യുന്നവരെ ഇതൊരു ഐഡിയൽ സ്റ്റേറ്റ്, അതായത് അവിടെ പ്രോസസ്സൊന്നും ഒരു ആക്ടിവിറ്റീസും നടക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഐഡിയൽ എന്ന് കൊടുത്തിട്ടുള്ളത്. ആ സമയത്തൊന്നും അവിടെ പെർഫോം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്രോസസ്സ് P1 നോക്കൂ, അവിടെ ഫസ്റ്റ് കുറച്ച് ബ്ലാക്ക് കളറിൽ ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല, ഐഡിയൽ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് എന്താ, ഫസ്റ്റ് പ്രോഗ്രാം P0 എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് എന്താണ്, P1 അവിടെ ഐഡിയലായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ എന്താണ്, അതിൻ്റെ PCBയിലേക്ക് അത് റീസ്റ്റോർ ചെയ്തതിൻ്റെ ശേഷം എന്താണ്, വീണ്ടും കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അതെന്താണ്, ഐഡിയലായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. താങ്ക് യു.